നമ്മൾ അടുത്തൊരു 20 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാൻ പോവാണ്. ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിലൊരു 40ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ആയിട്ടൊന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അടുത്തൊരു 20 ക്വസ്റ്റ്യൻസ് നോക്കാം. ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ. ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ ചേമേഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ്. ചേമേഞ്ചേരി കുഞ്ഞിരാമൻ നായർ. കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവാര്? സർദാർ KM പണിക്കർ. കേരള സിംഹം സർദാർ KM പണിക്കർ. കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവാര്? സർദാർ KM പണിക്കർ. ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? ചന്ദ്രയാൻ 2ന്റെ അന്നത്തെ ചെയർമാൻ ആയിരുന്നു K. ശിവൻ. ഇപ്പോ RK നാരായൺ അങ്ങനെ എന്തോ ആണ് ISROയുടെ ചെയർമാൻ. ISRO ചെയർമാൻ നമുക്ക് നോക്കാം. ഡോക്ടർ V. നാരായണൻ. ഡോക്ടർ V. നാരായണൻ എന്നാണ് ഇപ്പോഴത്തെ ISROയുടെ ചെയർമാൻ. അന്നത്തെ ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യ ബഹിരാകാശ ഗവേഷണ ചെയർമാൻ ആരായിരുന്നു? K. ശിവനായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇന്ത്യൻ സാമൂഹ്യ ശാസ്ത്രം എന്ന സോഷ്യോളജി പഠനശാല ശാഖ ആദ്യമായി ആരംഭിച്ച ഏത് സർവകലാശാലയാണ്? ബോംബെ യൂണിവേഴ്സിറ്റിയാണ്. സോഷ്യോളജി ആരംഭിച്ചത് ബോംബെ യൂണിവേഴ്സിറ്റിയിലാണ്. വിവരാകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏത്? മസ്ദൂർ കിസാൻ ശക്തി സംഘാടൻ. മസ്ദൂർ കിസാൻ ശക്തി സംഘാടൻ. വിവരാകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏത്? മസ്ദൂർ കിസാൻ ശക്തി സംഘാടൻ. നീതി ആയോഗ് ആദ്യത്തെ ഉപാധ്യക്ഷൻ ആര്? നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? അരവിന്ദ് പനാഗരിയ. അരവിന്ദ് പനാഗരിയ. നീതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രൈം മിനിസ്റ്റർ ആണ് കേട്ടോ. നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനാഗരിയ. ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാ നമുക്ക് നോക്കാം. ഇത് അന്നത്തെയാണ് 2023 ഇത്. ഇപ്പോഴത്തെ നമുക്ക് നോക്കാം ആരാണ് വൈസ് ചെയർപേഴ്സൺ. അശോക് കുമാർ ലഹരിയാണ്. അശോക് കുമാർ ലാഹറിയാണ് ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ. അപ്പോൾ ഇത് 2023 അരവിന്ദ്. ആദ്യത്തെ ഉപാധ്യക്ഷനാണ് അരവിന്ദ് പനാഗരിയ നീതി ആയോഗിന്റെ. ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അശോക് കുമാർ ലാഹരിയാണ്. ഇന്ത്യൻ ചരക്ക് സേവന നികുതി GST നിലവിൽ വന്നത് 2017 ജൂലൈ 1 ജൂലൈ 1, 2017. ജൂലൈ 1, 2017 GST നിലവിൽ വന്നത്. 2017. 2019 ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളം സാഹിത്യകാരൻ ആര്? ജ്ഞാനപീഠം അവാർഡ് നേടിയ 2019 മലയാള സാഹിത്യകാരനാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് 2019 ജ്ഞാനപീഠം അവാർഡ് നേടിയത്. ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം നീരജ് ചോപ്രയാണ്, അറിയുന്നതാണ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് അത് അന്നത്തെയാണ്. ഇതൊന്നും ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സിലൊക്കെ വരുന്നത്. ഇപ്പൊ ഭരണന്മാരോട് മറ്റേ നമ്മളെ തൂഫാൻ പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് നോക്കി അറിയാൻ പറ്റും. ഓക്കെ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ശരിയായ പ്രസ്താവന താരതമ്യേന വീതി കുറവാണ്. നമ്മൾ പഠിച്ചായിരുന്നല്ലോ നേരത്തെ. കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട് താരതമ്യേന വീതി കുറവാണ്, ഡെൽറ്റകൾ കാണപ്പെടുന്നു. ഇത് നേരത്തെ പഠിച്ചത് കിഴക്കൻ. നമ്മൾ നേരത്തെ നയിക്കുന്ന പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് അങ്ങോട്ട് പഠിച്ചു നമ്മളെന്ന് തോന്നുന്നു. അവിടെ ഡെൽറ്റകൾ കാണപ്പെടുന്നില്ല. അതേപോലെ താരതമ്യ വീതി കുറവ് അവിടെയുണ്ട്. താരതമ്യേന വീതി കുറവുണ്ട്, ഡെൽറ്റകൾ കാണപ്പെടുന്നുണ്ട് അവിടെ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ. കാഞ്ചൻജംഗ അതെവിടെയാണ്? ഈ സംസ്ഥാനത്താണ്. കാഞ്ചൻജുങ്ക എന്നല്ലേ? ജുങ്ക എന്നല്ല, കാഞ്ചൻജുങ്ക. ഞാൻ കേട്ടിട്ടുണ്ട് ഈ പേര്. സിക്കിമിലാണ്. ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് സിക്കിം. 8586 മീറ്റർ ഹൈ ആണ്. ഏകദേശം 28K ഫീറ്റ് വരുന്നുണ്ട്. 8K മീറ്റേഴ്സ് ആണ്. വേൾഡ്സ് തേർഡ് ലാർജസ്റ്റ് മൗണ്ടൻ ആണ്. തേർഡ് ഹയസ്റ്റ് മൗണ്ടൻ ആണ് കാഞ്ചൻജുങ്ക. സിക്കിമിലാണ് വരുന്നത്. വേൾഡിലെ മൂന്നാമതും ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയതും. 8586 മീറ്റേഴ്സ് ഉണ്ട്. ഉപദ്വീപായ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി നമ്മൾ നേരത്തെ പഠിച്ചു, ഗോദാവരി. ഗോദാവരി മഹാരാഷ്ട്രയിലാണ്. അതറിയാലോ അല്ലെ? മഹാരാഷ്ട്ര അല്ലേ ആണ് സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ ഇന്ത്യയാണ്. ദക്ഷിൺ ഗംഗ എന്നറിയപ്പെടുന്നു.
ദക്ഷിൺ ഗംഗ എന്നറിയപ്പെടുന്നു ഗോദാവരിനെ. അടുത്ത കോട്ടൺ പാളിസ് എന്ന വിശേഷിപ്പിക്കുന്ന നഗരം മുംബൈയാണ്. നമ്മൾ നേരത്തെ പഠിച്ചു. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത 3. ഇനി താരാപൂർ ആർണവോജ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം താരാപൂർ ആണവോർജ നിലയം മഹാരാഷ്ട്രയിൽ താരാപൂർ. പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം കൽക്കരി. പാരമ്പര്യ ഊർജ സ്രോതസ്സിന് പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്നതാണ് കൽക്കരി. പാരമ്പര്യ ഊർജ സ്രോതസ്സിനും കൽക്കരി തീവണ്ടികൾ കണ്ടിട്ടില്ലേ? ഉദാഹരണം കൽക്കരി. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. നമ്മളത് എന്തോ പഠിച്ചായിരുന്നു നമ്മള്. എന്തായിരുന്നു ആ സംഭവം? ഹിന്ദുസ്ഥാൻ നോക്കി തരാം. അതായത് 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. ഈ പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഓക്കെ. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ദിഗ്ബോയ്. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ദിഗ്ബോയ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ പെട്രോളിയം ഖനനം എവിടെയാണെന്ന് വെച്ചാൽ മുംബൈ ഹൈ ആണ്. ദിഗ്ബോയ്. ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോളിയം ഖനനി എവിടെയാണെന്ന് വെച്ചാൽ ദിഗ്ബോയ് ആണ്. ദിഗ്ബോയ് ആസാമിലാണ്. ഏറ്റവും വലുത് മുംബൈ ഹൈ. ഇന്ത്യയിലെ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഭൂപ്രകൃതി എവിടെയാണ്? നമ്മൾ നേരത്തെ പഠിച്ചു. ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതം ഉപദ്വീപീയ പീഠഭൂമി.